നമസ്കാരം. ഒരു പ്രത്യേക ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് കർഷകരുടെ ശ്രദ്ധയിലേക്കാണ്. കർഷകർക്ക് അഗ്രി സ്റ്റാക്ക് എന്ന പേരിൽ ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സംവിധാനം അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ഷൻ സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇത് നമ്മുടെ കേരള സർക്കാരിന്റെ കതിർ ആപ്പിന് സമാനമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലേക്ക് കർഷകരുമായി ബന്ധപ്പെട്ട ഒരു വിവര ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് PM കിസാന്റെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചില ആളുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ പല കൃഷിഭവനിലും വളരെ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇത് കൃഷിഭവനിൽ മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ സംവിധാനം ഉണ്ടായിരുന്നത്. നിലവിൽ അത് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് CSC കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഇന്നു മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അവിടെ പോയി തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ PM കിസാനുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ഇതുവരെ ഇതിന്റെ കൃത്യമായ നോട്ടീസിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഭാവിയിൽ ഇത് ബന്ധപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് PM കിസാന്റെ പണം ലഭിക്കുന്ന ആളുകളും അതേപോലെ തന്നെ എല്ലാ കർഷകർക്കും, ഇപ്പോൾ നിലവിലുള്ള എല്ലാ കർഷകർക്കും ഈ ഒരു രജിസ്ട്രി സംവിധാനത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഭാവിയിൽ ഈ ഒരു ഡാറ്റാബേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ഈ ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതികളും ഈ ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കർഷകരും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആധാർ കാർഡ്, കർഷകന്റെ ആധാർ കാർഡ്, അതേപോലെ തന്നെ നികുതി ഷീറ്റ്, ഈ വർഷത്തെ നികുതി അടച്ച നികുതി ഷീറ്റും കൊണ്ടുപോകണം. കൂടാതെ നിങ്ങളുടെ റേഷൻ കാർഡും കൂടി കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് വിവരങ്ങൾ അവിടെ നൽകുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ കൂടി കൊണ്ടുപോകണം. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് 1, 2, 3 തവണ നമുക്ക് OTP എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത് കൊണ്ടുപോയി നമുക്ക് CSC കേന്ദ്രത്തിലും അക്ഷയ കേന്ദ്രത്തിലും പോയിട്ട് ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് അഗ്രികൾച്ചർ ഓഫീസ് പോയി തിരക്ക് കൂട്ടി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കർഷകനുണ്ടെങ്കിൽ അവർക്കിത് പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.